ഹായ് പ്രിയ പ്രേക്ഷകരെ, എല്ലാവർക്കും യൂട്യൂബ് സൊല്യൂഷൻ എന്ന എൻ്റെ കൊച്ചു ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ചെയ്യുന്ന വീഡിയോ എന്തെന്ന് വെച്ചാൽ എങ്ങനെയാണ് ഷോർട്ട് വീഡിയോസിൽ മ്യൂസിക്കും നമ്മുടെ ഓൺ വോയിസും തമ്മിൽ മിക്സ് ചെയ്യുന്നത് എന്നുള്ളത്. നിങ്ങൾ പലരും ഇങ്ങനെ യൂട്യൂബ് കണ്ടന്റുകളൊക്കെ കണ്ടിട്ടുണ്ടാവും. അതിൽ പലർക്കും അറിയാത്തതാണ്. ഒന്നുകിൽ നമ്മൾ ഷോർട്ട് ചെയ്യുമ്പോൾ നമ്മുടെ ഓൺ വോയിസ് മൊത്തം ഓഫായി പോകും. അല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ വോയിസ് ഇട്ടാൽ നമ്മൾ മറ്റേ സോങ്സ് നമുക്ക് പലരും ഉപയോഗിക്കാറില്ല. പക്ഷെ മറ്റു ചിലർ പലരും ഇത് ഉപയോഗിക്കുന്നുണ്ട്. അറിയാത്തവരുടെ കാര്യമാണ് പറയുന്നത്. മറ്റു ചിലർ ഇത് രണ്ടും മിക്സ് ചെയ്തിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അത് എങ്ങനെയാണ് എന്നുള്ളതാണ് ഞാൻ നിങ്ങൾക്ക് ഇന്ന് കാണിച്ചു തരാൻ പോകുന്നത് വിശദമായിട്ട്. വാട്സപ്പിൽ ഇതൊന്ന് ചെയ്ത് വീഡിയോ ചെയ്യുമോ അല്ലെങ്കിൽ ഇതൊന്ന് കാണിച്ചു തരുമോ എന്ന് ഒരു വ്യക്തി ചോദിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ആ വ്യക്തിക്ക് വേണ്ടിയും കൂടെയാണ് ഈ വീഡിയോസ് ഞാൻ ഇവിടെ ചെയ്യുന്നത്. അറിയാത്തവർ ശ്രദ്ധിച്ച് കാണുക. ഇനി ഇതുകൊണ്ടുള്ള ഉപകാരം എന്തെന്ന് വെച്ചാൽ നമ്മുടെ ഓൺ വോയിസിന്റെ ഒരു പവർ എന്ന് പറയുന്നത് അതൊരു ചെറിയ കാര്യമല്ല. ഞാൻ ഫോർ എൻ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ സിനിമ നടൻ രജനീകാന്ത് ഒരിക്കൽ പറയുകയുണ്ടായി. അദ്ദേഹത്തിന്റെ ഭാഷ എന്ന സിനിമ അതിന്റെ എല്ലാ വർക്കുകളും കഴിഞ്ഞാൽ മ്യൂസിക്, ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് എല്ലാം കൊടുക്കുന്നതിന് തൊട്ട് മുന്നോടിയായിട്ട് അദ്ദേഹം ആ സിനിമ കണ്ടു എന്നാണ് പറയുന്നത്. അദ്ദേഹം ആ സിനിമ കാണുകയും അദ്ദേഹത്തിന് അത് ഫീൽ ചെയ്ത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു അവാർഡ് മൂവി പോലെ അല്ലെങ്കിൽ ഒരു സ്ലോ മൂവി പോലെയാണ് അദ്ദേഹത്തിന് അത് ഫീൽ ചെയ്തത്. സിനിമയ്ക്ക് അദ്ദേഹം വിജയമൊന്നുമില്ല, ഒരു നോർമൽ സിനിമ എന്ന രൂപത്തിലാണ് അദ്ദേഹം ആ സിനിമയെ വിലയിരുത്തിയത്. അത് കഴിഞ്ഞു അതിന്റെ മ്യൂസിക്കും കാര്യങ്ങളും അതിന്റെ ബാക്ക്ഗ്രൗണ്ടുകളും എല്ലാം വന്നു. നിങ്ങൾക്ക് അറിയാം, ഭാഷയിൽ രജനീകാന്ത് ഉപയോഗിക്കുന്ന ഞാൻ ഒരു തടവ് സണ്ണ അല്ലത് 100 തടവ് സണ്ണ മാതിരി ഭാഷ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പഞ്ച് ഡയലോഗുകളും ഒരുപാട് അതിന്റെ ആ സിനിമയെ മാറ്റി മറിച്ചത് അതിന്റെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കുകളും അതിലെ സോങ്സുകളും ഒക്കെയാണ് ആ സിനിമ. അപ്പൊ ഈ ഒരുപാട് കാലത്തിന് ശേഷം ഈ ഇടയായിട്ട് രജനീകാന്ത് അത് പറയുകയുണ്ടായി. ആ സിനിമ അത്രയും വൻ വിജയം നേരിട്ടത് സത്യം പറഞ്ഞാൽ അതിന്റെ ബാക്ക്ഗ്രൗണ്ട് ആണ് എന്നുള്ളത്. അപ്പൊ ഞാനിത് ഇവിടെ പറയാനുള്ള കാരണം എന്താന്ന് വെച്ചാൽ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ പറയുന്ന ആ ഒരു തീവ്രതയുള്ള ഒരു വിഷയം അതിന്റെ പൂർണ്ണ തീവ്രതയോടെ പറയണമെങ്കിൽ പുറകിൽ ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഉണ്ടെങ്കിൽ വളരെയധികം എഫക്റ്റീവ് ആയിരിക്കും എന്നുള്ളതാണ്. ഇനി ഇത്തരത്തിൽ നിങ്ങൾ റിയാക്ഷൻ വീഡിയോസ് ഒക്കെ ചെയ്യുന്നവർക്ക് നിങ്ങൾ ഇത്തരത്തിലുള്ള ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കുകളൊക്കെ ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ആക്ച്വലി മെയിൻ വീഡിയോസിൽ നിങ്ങൾക്ക് വിത്തൗട്ട് കോപ്പിറൈറ്റ് മ്യൂസിക്കുകളൊക്കെ ഇട്ടിട്ടായിരിക്കും നിങ്ങൾ കണ്ടന്റ് ചെയ്ത് ചേർക്കേണ്ടത്. നല്ല എഫക്റ്റീവ് തന്നെ ആയിരിക്കും. അല്ലെങ്കിൽ ഷോർട്ട് വീഡിയോസിൽ നിങ്ങൾ മെയിൻ വീഡിയോസിന്റെ ലിങ്ക് ചേർക്കാൻ വേണ്ടിയിട്ട് ഷോർട്ട് വീഡിയോസ് ചെയ്യുമ്പോൾ ഇത്തരത്തിൽ ആ മ്യൂസിക് മിക്സ് ചെയ്ത് നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ ഇതിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ആവശ്യമുള്ള എഫക്റ്റീവ് എന്താണോ എന്നുള്ളത് അവിടെ അടിച്ചു കൊടുത്താൽ തീർച്ചയായും നിങ്ങൾക്ക് അത് കിട്ടും. അത് ഇങ്ങനെ ഗ്യാപ്പ് ഇട്ട് വോയിസുകൾ ഗ്യാപ്പ് ഇട്ട് ഞാനിവിടെ ചെയ്യുന്നത് അത് 1.5 മിനിറ്റിൽ പറയേണ്ട ഒരു കാര്യമാണ് ഞാൻ ഒരൊറ്റ മിനിറ്റിൽ ഞാൻ നിങ്ങൾക്ക് എക്സാമ്പിൾ കാണിച്ചു തരുന്നത്. അപ്പൊ അതിന്റെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കിന് വലിയ പ്രാധാന്യമില്ലെങ്കിൽ പോലും അത് എങ്ങനെ ചെയ്യുന്നു എന്നുള്ളത് നിങ്ങൾ ചെയ്യുമ്പോൾ കുറച്ച് ഗ്യാപ്പ് ഇട്ട് ഒരു വാക്കുകൾ പറഞ്ഞതിന് ശേഷം കുറച്ച് ഗ്യാപ്പ് ഇട്ട് പിന്നീട് അടുത്ത വാക്കുകൾ പറയുക. അപ്പൊ അതിന്റെ ഇടയിലൊക്കെ മ്യൂസിക് ഫില്ലാവും. ഈ മ്യൂസിക് ഫില്ലാവുമ്പോൾ അത് കേൾക്കാൻ നല്ല സുഖമായിരിക്കും. അല്ലെങ്കിൽ അതിന്റെ ഒരു തീവ്രത എഫക്റ്റീവ് കറക്റ്റ് ആയിട്ട് കിട്ടും എന്നുള്ളതാണ്. അപ്പൊ ഇത് ഒരുവിധം എല്ലാവർക്കും അറിയുന്നതാണ്. അറിയാത്ത കുറച്ച് ആളുകൾ ഉണ്ടെന്ന് തോന്നി അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ഇവിടെ അപ്ലോഡ് ചെയ്യുന്നത്. അതുപോലെ തന്നെയാണ് എല്ലാ വിഷയങ്ങളും. ഇപ്പൊ മോട്ടിവേഷൻ ക്ലാസ്സിനൊക്കെ ഈ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് വളരെ രസകരമായിരിക്കും. കാരണം അതിങ്ങനെ കേൾക്കുമ്പോൾ തന്നെ ഇങ്ങനെ ഒരു ഊർജ്ജം നമുക്ക് ഇങ്ങോട്ട് വരും. ആ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും നിങ്ങൾ പറയുന്ന ആ ഒരു ശൈലിയും എല്ലാം കൂടെ ചേർക്കുമ്പോൾ അപ്പോൾ അത്തരത്തിലുള്ള മ്യൂസിക്കുകളൊക്കെ നിങ്ങളുടെ വോയിസ് ഒക്കെ കുറച്ച് എക്കോയൊക്കെ കയറ്റി വോയിസ് ഒക്കെ ഇട്ടതിന് ശേഷം ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും കൂടെ ആഡ് ചെയ്ത് ഷോർട്സിൽ തന്നെ കൊടുക്കുമ്പോൾ തന്നെ ഭയങ്കര രസകരമായിരിക്കും അത് കാണാനും. അതുപോലെ തന്നെ അത്തരം ഇതിന്റെ ഒറിജിനൽ ഫുൾ വീഡിയോ കാണണമെങ്കിൽ നിങ്ങൾ മെയിൻ വീഡിയോസിലേക്ക് വരൂ എന്ന് പറഞ്ഞ് നിങ്ങൾ വീഡിയോസിന്റെ ലിങ്കോ അല്ലെങ്കിൽ അവിടെ തന്നെ റെക്കമെൻഡേഷൻ ആയിട്ട് നമുക്ക് കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ടല്ലോ, അതൊക്കെ കൊടുത്തു നല്ല ഉഷാറാക്കി ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഞാൻ കൂടുതൽ വലിച്ചു നീട്ടുന്നില്ല. എങ്ങനെയാണ് അത് ചെയ്യുന്നത് എന്നുള്ളത് നമുക്കൊന്ന് കണ്ടു നോക്കാം. യൂട്യൂബ് ഓപ്പൺ ചെയ്യുക. അതേപോലെ പ്ലസ് ബട്ടൺ അമർത്തി ഷോർട്സ് എന്നുള്ള വീഡിയോസ് എടുത്ത് നമ്മുടെ ഗാലറിയിൽ പോയി നമ്മുടെ വീഡിയോസ് അവിടെ സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തതിന് ശേഷം മുകളിൽ നിങ്ങൾക്ക് ഇങ്ങനെ ആഡ് സോങ്സ് എന്ന് കാണാം. ആ ആഡ് സോങ്സ് എന്നുള്ള ആ ഭാഗത്ത് അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്യണം. അപ്പോൾ നമ്മുടെ യൂട്യൂബിന്റെ ആ ഷോർട്സ് അപ്ലോഡ് ചെയ്യുന്ന പ്രോസസ്സിങ്ങിലാണ്. മുകളിൽ കാണുന്ന ആഡ് സോങ്സിന്റെ അവിടെ ക്ലിക്ക് ചെയ്തു. അവിടെ നമുക്ക് ഇങ്ങനെ ഞാനൊരു ഇൻസ്പിറേഷൻ സോങ്സ് ആണ് അപ്പോൾ ഇൻസ്പിറേഷൻ സോങ്സ് മ്യൂസിക് എന്നടിച്ചപ്പോൾ ഇങ്ങനെ വന്നു. സോങ്സ് കേട്ടു. ഇനി ഈ കാണുന്ന ഈ ചിഹ്നം മറക്കാതെ കാണുക. ഈ ചിഹ്നമാണ് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യാം. ഡിവൈഡ് ചെയ്യുക. 25 ലേഡീസ്
ജെൻസും എന്നുള്ള ഒരു 50 ദിവസത്തെ യാത്ര എന്നാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത് തീരുമ്പോഴേക്കും നിങ്ങൾ 50% ആളുകളുടെ മോണിറ്റൈസേഷൻ ആകും എന്നുള്ളത് ഉറപ്പ് തരാൻ പറ്റും. ഇത് അഥവാ നിങ്ങൾക്ക് മോണിറ്റൈസേഷൻ ആകാത്തവരാണെങ്കിലും ഏകദേശം മോണിറ്റൈസേഷന്റെ അടുത്തെത്താൻ നിങ്ങൾക്ക് കഴിയും. അതുമല്ലെങ്കിൽ നിങ്ങൾ പകുതി വരെ ഓടിയവരാണ്. ഈ കാണുന്ന ഇവിടെയാണ് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യേണ്ടത്. മുകളിലുള്ളത് നമ്മുടെ ഓഡിയോയും അടിയിലുള്ളത് ഈ മ്യൂസിക്കുമാണ്. ഓക്കെ, നമ്മൾ മ്യൂസിക് ഇങ്ങനെ കുറച്ച് കൊടുക്കുക, നമ്മുടെ വോളിയം നന്നായിട്ട് കൂട്ടി കൊടുക്കുക. 100% വോളിയം തന്നെ ഞാൻ വെച്ചിട്ടുണ്ട്. മ്യൂസിക് നമുക്ക് ഇങ്ങനെ കുറച്ച് കുറച്ച് കൊണ്ടുവരാം. അത് കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. ഓക്കെ, ഈ ഒരു അഡ്ജസ്റ്റ്മെന്റ് ആണ് ഉപയോഗിക്കേണ്ടത്. എന്നിട്ട് ഈ കാണുന്ന ടിക്കിൽ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്താൽ ഓക്കെ ആയി. അല്ലെങ്കിൽ നിങ്ങൾ പകുതി വരെ ഓടിയവരാണെന്നുണ്ടെങ്കിൽ യൂട്യൂബിനെ പറ്റി വ്യക്തമായിട്ടുള്ള ഒരു ധാരണ ഈ 50 ദിവസം കൊണ്ട് നിങ്ങൾക്ക് വന്നു ചേരും. അപ്പൊ ഇത്രയേ ഉള്ളൂ. ഇനി നോർമലായിട്ട് അപ്പൊ നമ്മുടെ എല്ലാം ഓക്കെ ആയി. ഇനി നമുക്ക് അവിടെ ജസ്റ്റ് ആ കാണുന്ന അവിടെ ആ പെൻമാർക്കിന്റെ അവിടെ കൊടുത്താൽ നമുക്ക് ഏത് ഭാഗമാണ് ഈ വീഡിയോയുടെ ഏത് ഭാഗമാണ് തമ്പനയിലായി വെക്കേണ്ടത് എന്നുള്ളത് കഴിഞ്ഞ വീഡിയോസ് ഞാൻ പറഞ്ഞിരുന്നു. അറിയാത്തവർ ഒന്ന് കണ്ടോളൂ. ഏത് ഭാഗമാണ് ഞാൻ ഈ ഒരു ഭാഗം സെലക്ട് ചെയ്യുന്നു. ഇഷ്ടപ്പെട്ട ഭാഗം സെലക്ട് ചെയ്യാം. ആ ഭാഗം തന്നെ നമുക്ക് നമ്മുടെ തമ്പനയിലായി വെക്കാം. ഇനി എങ്ങനെ ക്യാപ്ഷൻ എഴുതുന്നുള്ള അവിടെ സൈഡിലായിട്ട് എ എന്ന് കാണുന്നില്ലേ, അവിടെ ജസ്റ്റ് ഒന്ന് ഞെക്കിയാൽ നമുക്ക് ഇതുപോലെ എഴുതാൻ പറ്റും. അത് ഞാൻ 50 ദിവസം കൊണ്ട് ഫ്രീ ആയി മോണിറ്റൈസേഷൻ എന്ന് പറഞ്ഞ് അത് എഴുതി സെറ്റ് ചെയ്തു. ഇനി ബാക്കിയുള്ള ക്യാപ്ഷനുകളും കാര്യങ്ങളും ഒക്കെ കൊടുക്കുകയാണ്. ഓരോന്നായിട്ട് കൊടുക്കാം. നോർമൽ ഇതിന് മുന്നത്തെ വീഡിയോസ് ഒക്കെ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അതുപോലെ ക്യാപ്ഷൻ കൊടുക്കുന്നു, നമ്മൾ ഹാഷ്ടാഗുകൾ കൊടുക്കുന്നു, ഡിസ്ക്രിപ്ഷൻ കൊടുക്കുന്നു, ഓഡിയൻസ് എന്താണെന്നുള്ളത് കൊടുക്കുന്നു, നോട്ട് മെയ്ഡ് ഫോർ കിഡ്സ് എന്നുള്ളത് കൊടുക്കുന്നു. അതുപോലെ തന്നെ ഏത് വീഡിയോസ് ആണ് റെക്കമെൻഡ് ആയി പോവേണ്ടത് ചെല്ലേണ്ടത് എന്നുള്ളത് നമ്മൾ അല്ലെങ്കിൽ അതിൽ ഞെക്കിയാൽ ഫുൾ വീഡിയോസ് കാണാൻ ഏത് വീഡിയോസ് സെലക്ട് ചെയ്യണം എന്നുള്ളത് നമ്മൾ ഇവിടുന്ന് സെലക്ട് ചെയ്യുന്നു. ഇത്രയും കാര്യങ്ങളൊക്കെ നമ്മൾ ഓരോന്നായിട്ട് ചെയ്തു വെച്ചു. ഇനി ബാക്കിയുള്ള എല്ലാം നമ്മൾ ഓരോന്നായി സെറ്റ് ചെയ്ത് വെച്ചു. വീഡിയോസ് അൺലിസ്റ്റഡ് ആക്കി വെച്ചതിന് ശേഷം നമ്മൾ ആ വീഡിയോസ് അപ്ലോഡ് ചെയ്യുകയാണ് കേട്ടോ. ബാക്കിയുള്ള കാര്യങ്ങൾ നിങ്ങൾ YT സ്റ്റുഡിയോയിൽ പോയി ചെയ്യുക. ഇത്രയേ ഉള്ളൂ പണി. എന്നിട്ട് നമ്മുടെ വീഡിയോ അപ്ലോഡ് YT സ്റ്റുഡിയോയിൽ പോയി ചെയ്യുക. അപ്പോൾ ഏകദേശം എല്ലാം ഓക്കെ ആയി. പ്രിയപ്പെട്ടവരെ, ഇങ്ങനെയാണ് അത് ചെയ്യേണ്ടത്. നിങ്ങളിൽ ഇതറിയാത്തവർ പലരും ഈ ഒരു ഓപ്ഷൻ അവിടെ ഉണ്ടായിട്ടും അത് ശ്രദ്ധിക്കാത്തത് കൊണ്ടായിരിക്കാം ഒരു പക്ഷെ ഇങ്ങനെ ഈ ഒരു വിഷയം അറിയാതെ പോയത്. അതായത് അറിയാത്തവർക്ക് അറിയാതെ പോയത് ഈ ഒരു ഓപ്ഷൻ നിങ്ങൾ ശ്രദ്ധിക്കാത്തത് കൊണ്ടാണ്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ നിങ്ങൾ ഇങ്ങനെ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ എഡിറ്റിംഗ് ചെയ്യുമ്പോഴൊക്കെ ഓരോരോ ഓപ്ഷനുകൾ ഉണ്ടാകും. അത് നിങ്ങൾക്ക് അറിയില്ലെന്ന് കരുതി അതൊന്ന് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാതിരിക്കരുത്. ഇതെന്താണ് എന്ന് അറിയാൻ വേണ്ടി ആ ഒരു ബട്ടൺ ഒന്ന് അമർത്തി നോക്കുക. അപ്പോൾ സ്വാഭാവികമായിട്ട് നിങ്ങൾക്ക് അത് അറിയാൻ പറ്റും ഇത് ഇതിനുള്ളതാണ് എന്നുള്ളത്. ഓക്കെ, അപ്പോൾ പലതും നമ്മൾ തെറ്റിച്ചുകൊണ്ടാണ് ശരിയായ രീതിയിൽ പഠിക്കുക എന്ന് ഓർക്കുക. പ്രിയപ്പെട്ടവരെ, ഞാൻ ഈ തെറ്റിക്കുന്നതും ശരിയാക്കുന്നതിൻ്റെ ഒക്കെ കാര്യം പറയുന്നതോടൊപ്പം തന്നെ നമ്മുടെ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഒരുപാട് ആളുകൾ വന്നു ചേരുന്നുണ്ട്. ഞാൻ പറഞ്ഞു 250 പേരെ ചേർത്തുകൊണ്ടാണ് ആ വാട്സപ്പ് ഗ്രൂപ്പ് മുന്നോട്ട് പോകുന്നത്. തീർച്ചയായിട്ടും അടുത്ത മാസം 1-ാം തീയതി നമ്മളത് സ്റ്റാർട്ട് ചെയ്യും. മാർച്ച് 1-ാം തീയതി 1/2025 എന്ന ഡേറ്റിനാണ് നമ്മളത് സ്റ്റാർട്ട് ചെയ്യുന്നത്. 50 ദിവസം കൊണ്ട് നമുക്ക് എല്ലാവർക്കും മോണിറ്റൈസേഷൻ എത്രയും പെട്ടെന്ന് നേടാം എന്നുള്ള ഒരു യജ്ഞമായിട്ടാണ് അതിനെ കൂട്ടുന്നത്. ഞാൻ ഒന്നും കൂടെ പറയട്ടെ, ഈ ഒരു ചാനൽ തീർച്ചയായിരിക്കും അധിക സമയം അഡ്മിൻ ഓൺലി മാത്രമായിരിക്കും. അത് ഞാൻ പറയാനുള്ള കാരണം എന്തെന്ന് വെച്ചാൽ ഒരിക്കലും നിങ്ങളുടെ വാച്ചിങ് അവർ കൂട്ടാനോ അല്ലെങ്കിൽ നിങ്ങൾ പരസ്പരം സബ് ചെയ്യാനോ ഉള്ളത് ഒരു ഗ്രൂപ്പേ ആയി ഇതിനെ നിങ്ങൾ കണക്കാക്കരുത്. ഇതിലേക്ക് വരുന്നവർ ഇത് നിങ്ങൾക്കുള്ള എക്സസൈസുകളും അതുപോലെ തന്നെ ബാക്കിയുള്ള കാര്യങ്ങളും എങ്ങനെയാണ് വർക്ക് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ഇതിനെക്കുറിച്ചുള്ള യൂട്യൂബിനെ കുറിച്ചുള്ള അറിവ് പകരുക, അതോടൊപ്പം തന്നെ നമുക്ക് ഒരുമിച്ച് വീഡിയോസ് ഇട്ട് മുന്നോട്ട് പോകാം എന്നുള്ള നിങ്ങൾക്കുള്ള ക്ലാസ്സുകൾ മാത്രമാണ്. ഈ ഒരു ക്ലാസ്സും ഇതോടൊപ്പം തന്നെ നിങ്ങളുടെ എല്ലാ ചാനലിന്റെയും ഗൈഡ് ലൈൻസ് മാത്രമാണ് നമ്മൾ ഏറ്റെടുക്കുന്നത്. ഇത് തികച്ചും ഫ്രീ ആയിട്ടുള്ള ഒരു വാട്സപ്പ് ഗ്രൂപ്പാണ്. അറിയാത്തവർ അറിഞ്ഞവർ താല്പര്യമുള്ളവർ തീർച്ചയായിട്ടും എന്നെ ബന്ധപ്പെടാം. ഈ ഗ്രൂപ്പിൽ ലേഡീസിന് സെപ്പറേറ്റും ജെൻസിന് സെപ്പറേറ്റുമായിട്ടാണ് നമ്മൾ ഇതുവരെ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുള്ളത്. തീർച്ചയായിട്ടും 1-ാം തീയതി ഈ ഗ്രൂപ്പ് നമ്മൾ വാട്സപ്പ് ഗ്രൂപ്പ് സ്റ്റാർട്ടാവും. താല്പര്യമുള്ളവർക്ക് തീർച്ചയായിട്ടും ഈ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടാം. ഇനി നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഒരു വീഡിയോയുമായി മാത്രം ഞാൻ വരാം. അതുവരേക്കും ബൈ.